സ്വാഗതം. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോ കടുപ്പായി വരുവാണല്ലോ. അതിലെ മത്സരാർത്ഥികളായ അനുമോളും അനീഷും അവർ തമ്മിലൊരു ലവ് ട്രാക്ക് ഉണ്ടോ? അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചൂടൻ ചർച്ച. അതെ അതെ, ഈ റിയാലിറ്റി ഷോകളിൽ ഇത് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമാണല്ലോ. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങളൊക്കെ പുറത്തുള്ളവരെ ചിലപ്പോൾ ഒരു പ്രണയമായിട്ടൊക്കെ വ്യാഖ്യാനിക്കും. ശരിയാണ്. ഈ ഫാൻ കോംബോകൾ എന്നൊക്കെ പറയില്ലേ, അത് സോഷ്യൽ മീഡിയയിലുണ്ടാവും. അതിന് നല്ല സപ്പോർട്ടും കിട്ടും. ഈ അനുമോൾ അനീഷ് വിഷയത്തിലെ കഥകളുടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്താൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെ, അതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ വാസ്തവം? ശരിക്കും അനുമോളും അനീഷും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇതൊക്കെ ആരാധകരുടെ വെറും ഭാവനയാണോ? ഊഹാപോഹങ്ങൾ. ഓരോ പോയിന്റായിട്ട് എടുത്ത് പരിശോധിക്കാം. ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, അനുമോളും അനീഷും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സീനുകളില്ലേ, അതിന്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ ഇട്ട് അവർ തമ്മിലെന്തോ ഭയങ്കര പ്രണയമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് കണ്ടിരുന്നു. ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കില്, യൂട്യൂബിലൊക്കെ ഇത്തരം വീഡിയോസ് ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്നും ഈ വീഡിയോ പറയുന്നു. ഇത് ശരിക്കും ബിഗ് ബോസിൽ പുതിയ കാര്യമല്ല. എല്ലാ സീസണിലും ഇത് കാണാറുണ്ട്. മത്സരാർത്ഥികൾ ചിലപ്പോ അറിയുക പോലുമില്ല. ശരിയാണ്. പുറത്തവരെ വെച്ച് കോംബോ ഉണ്ടാക്കി ഹിറ്റാക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ സീസണിലെ വിഷ്ണു റെനീഷ കോംബോ. ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രേക്ഷകരിങ്ങനെ ജോഡി ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നതും ഒരു രസമുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ ഷോയുടെ ഒരു ഇമോഷണൽ ആംഗിൾ കൂട്ടാനാവാം. ആയിരിക്കാം. പക്ഷേ അനുമോളുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അനീഷിനോട് അങ്ങനെ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൂചന കൊടുക്കുന്ന പെരുമാറ്റം, സംസാരം, അതൊന്നും ഈ 24/7 ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡുകളിലോ കണ്ടിട്ടേയില്ല എന്നാണ് ഈ വീഡിയോ ഉറപ്പിച്ചു പറയുന്നത്. തുടക്കത്തിൽ അനീഷിനെതിരെ മറ്റുള്ളവർ നിന്നപ്പോ അപ്പൊ അനുമോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സപ്പോർട്ട് അതൊരു നല്ല സൗഹൃദം അല്ലെങ്കിൽ ഒരു ചേട്ടൻ അനിയത്തി ബന്ധം പോലെയേ തോന്നിയിട്ടുള്ളൂന്നും ഇടയ്ക്ക് ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നും വീഡിയോ പറയുന്നു. അതെ, അതാണിതിലെ ഒരു കൗതുകം. അനുമോള് വേറെ ആരോടെങ്കിലും, ഇപ്പോൾ ഒരു കൂട്ടുകാരിയോടാണെങ്കിൽ പോലും എനിക്ക് അനീഷിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി എന്നൊന്നും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ ചിലർ പറയില്ലേ, എനിക്കെന്തോ ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്നൊക്കെ. അതുപോലുമില്ല. അതെ, ഇവിടെ അനുമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു വാക്ക് പോലും വന്നിട്ടില്ല. പിന്നെ അനുമോള് ആ വീട്ടിലെ വേറെ ആൺകുട്ടികളോടും ഷാനവാസിനോടും സാബുവിനോടും ആര്യകളൊക്കെ നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അതെയല്ലോ. നല്ല അടുപ്പത്തിൽ സ്നേഹത്തോടെ പെരുമാറുന്നത് കാണാം. അപ്പോൾ അനീഷുമായുള്ള ബന്ധം മാത്രമെടുത്ത് ഇതൊരു പ്രണയമാണെന്ന് പറയുന്നത് അതിൽ കഴമ്പില്ല എന്നൊരു വാദമാണ് ഈ വീഡിയോ വയ്ക്കുന്നത്. ശരിയാണ്, അതൊരു നല്ല പോയിന്റാണ്. ഇനി അനീഷിന്റെ സൈഡിലേക്ക് വന്നാൽ അവിടെ കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും ഒരിതുണ്ട്, അത് അനുമോളോട് മാത്രമാണെന്ന് അനീഷ് എവിടെയും പറഞ്ഞിട്ടില്ല. ജീസൽ എന്ന് പറയുന്ന മറ്റേ മത്സരാർത്ഥിയുടെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിഗ് ബോസ് വീട്ടിലെ ആ ഒരു സിറ്റുവേഷനിൽ തോന്നിയാണ് നോർമൽ അട്രാക്ഷൻ. അതിനപ്പുറം ഒരു പ്രണയത്തിന്റെ സീരിയസ്നെസ് കൊടുക്കണോ എന്നും ഈ വീഡിയോ ചോദിക്കുന്നുണ്ട്. ചിന്തിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനം, അനീഷ് എവിടെയും അനുമോളോട് ഡയറക്റ്റ് ആയിട്ടോ അല്ലാതെയോ ഒരു ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ഇല്ല, അതും കണ്ടിട്ടില്ല. ഒരു പ്രപ്പോസൽ പോലെ ഒന്നും നടത്തിയിട്ടുമില്ല. ഈ കഥകൾക്കൊക്കെ ഇപ്പോൾ ഇത്ര ശക്തി കൂടാൻ ഒരു കാരണം അനീഷ് ഈ അടുത്ത ദിവസങ്ങളിൽ അനുമോളോട് കാണിക്കുന്ന ഒരു പ്രത്യേക കെയറില്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പരിഗണന, അത് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓർക്കണം, ഈ ഷോ തുടങ്ങിയ സമയത്ത് അനുമോൾക്കെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന ആളാണ് അനീഷ്. അതെ, ടാസ്കിലൊക്കെ നീ തറയിൽ വാ എന്നൊക്കെ പറഞ്ഞതാണ്. അതെ, വെല്ലുവിളിച്ച ആളാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, പ്രത്യേകിച്ച് അനുമോള് കുറച്ചൊന്ന് ഒറ്റപ്പെട്ടോന്ന് തോന്നിയ സമയത്ത് അനീഷ് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. രാത്രി പുതപ്പെടുത്ത് കൊടുക്കുന്നു, തലേണ ശരിയാക്കി കൊടുക്കുന്നു, കൂടുതൽ സംസാരിക്കാൻ ചെല്ലുന്നു, ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഈ മാറ്റമാണ് ശരിക്കും ഊഹാപോഹങ്ങൾക്ക് വളമായത്. അതെ, വളം വെച്ചു കൊടുക്കുന്നത്. തീർച്ചയായും ആ മാറ്റം കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോ എന്തായിരിക്കും ഇതിന് പിന്നിൽ? ഈ വീഡിയോ 2 സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, ഇത് അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ. അതായത് അനുമോളി ചിലപ്പോൾ ഒറ്റപ്പെട്ടാൽ ആ ഒരു സിമ്പതി വോട്ടായി മാറുമല്ലോ, അത് കിട്ടാതിരിക്കാൻ താൻ കൂടെയുണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്ട്രാറ്റജി. മറ്റുള്ളവർ ഒതുക്കുമ്പോൾ ഞാൻ കൂടെ നിന്നാൽ ആ വിക്ടിം കാർഡ് അത്ര ഏൽക്കില്ലല്ലോ എന്നൊരു ചിന്ത. ബിഗ് ബോസിൽ അതൊക്കെ സാധാരണമാണ്. അതെ. രണ്ടാമത്തെ ഒരു സാധ്യത, ഇത് അനീഷിന്റെ ഭാഗത്തുള്ള ഒരു ജെനുവിൻ പെരുമാറ്റമാവാം, ആത്മാർത്ഥമായിട്ടുള്ളത്. അതെ, ഒരാളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു സിമ്പതി തോന്നിയിട്ട് ശരി ഞാനെങ്കിലും ഒന്ന് കൂടെ നിൽക്കാം, സംസാരിക്കാം എന്ന് വിചാരിക്കുന്നതിലൊരു തെറ്റില്ലല്ലോ. അനീഷിനെ പൊതുവെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളതെന്നും അതുകൊണ്ട് ഈ കെയർ ജെനുവിൻ ആകാനും സാധ്യതയുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലപ്പോ ആ പറഞ്ഞ ക്രഷ് കുറച്ചുകൂടി തീവ്രമായിട്ടുണ്ടാവാം, ആർക്കറിയാം. ഇതിന് നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ ക്യാൻവാസിൽ നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ബിഗ് ബോസ് വീടിനകത്തെ പെരുമാറ്റം അത് 100% റിയൽ ആയിരിക്കണമെന്നില്ല. ഒരിക്കലുമില്ല. ഇതൊരു ഗെയിം ഷോ കൂടിയാണ്. ഓരോരുത്തരുടെയും നിലനിൽപ്പ് വോട്ടിനെ ആശ്രയിച്ചാണ്. അതെ. അപ്പോ ഓരോ വാക്കിനും പ്രവൃത്തിക്കും പിന്നിൽ
പല ഉദ്ദേശങ്ങളുണ്ടാകാം, ഗെയിം പ്ലാൻ ഉണ്ടാകാം. അനീഷ് പണ്ട് പറഞ്ഞ ആ ക്രഷ്, അത് വളർന്ന് പന്തലിച്ച ഒരു ക്രഷർ ഫാക്ടറിയായോ, അതോ ഇത് വെറും സ്ട്രാറ്റജിയാണോ, അതോ സൗഹൃദമാണോ? നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കറക്റ്റാണ്. പിന്നെ ഒരു ലവ് ട്രാക്ക് ആണെങ്കിൽ സാധാരണ അത് രണ്ട് സൈഡിലും കാണേണ്ടതല്ലേ? ഒരു മിനിമം സൂചനയെങ്കിലും. അതെ, ആ നോട്ടത്തില്, സംസാരത്തില്, ബോഡി ലാംഗ്വേജിലൊക്കെ അത് കാണാറുണ്ട്. ഇവിടെ ഈ വീഡിയോ പറയുന്നത് വെച്ചാണെങ്കിൽ അനുമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു താല്പര്യം തിരിച്ചു കാണിക്കുന്നില്ല. ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്ന കൂലത്തെ ഒരു അടുപ്പം അത്രേ കാണുന്നുള്ളൂ. അതെ. അതുകൊണ്ട് ഇനി അനീഷിന് ചിലപ്പോൾ അനുമോളോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വൺ സൈഡ് ലവ് ആയിരിക്കും. സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, അവർ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല, തുറന്നു പറഞ്ഞിട്ടുമില്ല. അതെ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അനീഷ് മുൻപ് വിവാഹിതനായിരുന്നു, ഡിവോഴ്സ് ആയ ആളാണ്. അനുമോൾ അൺമാരീഡ് ആണ്. അപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ഈ കോംബോ റിയാലിറ്റിയിൽ എത്രത്തോളം നടക്കുമെന്നൊരു സംശയവും ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതവരുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും ഈ കോംബോയുടെ ഒരു സാധ്യത പറയുമ്പോൾ അതും ഒരു ഫാക്ടറാണ്. അതെ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ഫാൻസ് ഈ കോംബോയെ ഭയങ്കര ആവശ്യത്തോടെ എടുക്കുന്നു, ആഘോഷിക്കുന്നു, ഹൈപ്പ് കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അതാണ്. അതെ. പക്ഷേ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ റിയൽ ലൈഫിനെ ഇത് എങ്ങനെ ബാധിക്കും? അതൊരു പ്രധാന ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ അങ്ങനെ ഒരു കെമിസ്ട്രി നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഇങ്ങനൊരു ബന്ധം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് പിന്നീട് അവർക്ക് തന്നെ ഒരു ബാധ്യതയാകില്ലേ? ആകാം. മുൻ സീസണുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ഷിപ്പിംഗ് കാരണം ബുദ്ധിമുട്ടിയവർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഗബ്രിൽ, അവിടെ അവർക്കിടയിൽ തന്നെ ഒരു കൺഫ്യൂഷനും തുറന്നു പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതുപോലും ഇവിടെയില്ല. അനുമോളും അനീഷും തമ്മിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത്. എന്നിട്ടും എന്താ ഇത്രയും ലവ് സ്റ്റോറീസ്? അതാണ് ചോദ്യം. ഈ വീഡിയോയുടെ ഒരു നിഗമനം പ്രധാനമായും അനീഷിന്റെ അടുത്ത കാലത്തെ പെരുമാറ്റത്തിലെ മാറ്റം, പിന്നെ ഈ പ്രേക്ഷകർക്ക് കോംബോകളോടുള്ള താല്പര്യം, ഇത് രണ്ടുമാണ് ഈ ചർച്ചകൾക്ക് പിന്നിലെന്നാണ്. അതെ, അതാണ് ശരിക്കും ഈ വിശകലനത്തിന്റെ ഒരു കാതൽ. വീടിനുള്ളിലുള്ളവർക്ക് പുറത്തു നടക്കുന്ന ഈ ചർച്ചകളോ ഫാൻസിന്റെ ഇമാജിനേഷനോ ഒന്നും പലപ്പോഴും അറിയില്ല. ശരിയാണ്. ഈ വീഡിയോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു റിയാലിറ്റി ഷോയിലെ ബന്ധങ്ങളെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. അത് ശരിക്കുള്ള ഫീലിംഗ്സ് ആണോ, അതോ ഗെയിം പ്ലാൻ ആണോ, അതോ ആ ഒരു പ്രഷർ കുക്കർ സാഹചര്യത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണോ? വേർതിരിച്ചറിയണം. അതെ. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പെരുമാറ്റങ്ങളെ ഉടനെ ലവ് എന്ന് ലേബൽ ചെയ്യുന്നത് ചിലപ്പോ തെറ്റായ നിഗമനങ്ങളിലേക്ക് നമ്മളെത്തിക്കും. അപ്പോ നമ്മൾ ഇന്ന് നോക്കിയ ഈ യൂട്യൂബ് വീഡിയോയുടെ വിശകലനമനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7-ലെ അനുമോളും അനീഷും പ്രണയത്തിലാണ് എന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് വീടിനകത്ത് സംഭവങ്ങൾ വെച്ചു നോക്കുമ്പോൾ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടുന്നില്ല. അനീഷ് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അനുമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സൂചനയുമില്ല. ഒട്ടുമില്ല. അനീഷിന്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേക കെയറിനു പിന്നിൽ ഗെയിം പ്ലാൻ ആണോ ആത്മാർത്ഥതയാണോ എന്നും ഉറപ്പില്ല. ഫാൻസിന്റെ താൽപര്യവും ഭാവനയുമാണ് ഈ കോംബോ ഹൈപ്പിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. അതെ. ഈ ചർച്ച നമ്മളെ ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ റിയാലിറ്റി ഷോകൾ അത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് മാറ്റുന്നത്? ശരിക്കുള്ള ജീവിതത്തിലെ ബന്ധങ്ങളും ഈ സ്ക്രീനിൽ കാണുന്ന റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? ശരിയാണ്. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്കിന്നത്തേക്ക് നിർത്താം. ഇതുപോലുള്ള റിയാലിറ്റി ഷോകളിലെ സാഹചര്യം, അതായത് പുറം ലോകവുമായി ബന്ധമില്ല, മത്സരം, എപ്പോഴും ക്യാമറയുടെ നിരീക്ഷണം, ഈ ഒരു സാഹചര്യം അതിനകത്തെ മനുഷ്യരുടെ പെരുമാറ്റത്തെയും ബന്ധങ്ങളെയും എത്രത്തോളം സ്വാഭാവികമല്ലാതാക്കുന്നുണ്ട്? ഒരാളുടെ ശരിക്കുള്ള സ്വഭാവവും ഗെയിമിനു വേണ്ടി അവർ കാണിക്കുന്നൊരു മുഖവും അത് തമ്മിലുള്ള ഒരു അതിർവരമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് എത്രത്തോളം തിരിച്ചറിയാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. അടുത്ത തവണ പുതിയൊരു വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം.